നല്ല പഴുത്ത കപ്പങ്ങ കിട്ടുമ്പോണ്ടല്ലോ അതാ ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി നോക്കിക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ആ ഒരു അവക്കാഡോ മിൽക്ക് ഷേക്ക് ഇല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ. അപ്പം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇത്തിരി വലിയ കപ്പങ്ങയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണം കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് തന്നെ നല്ല കൊഴുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കംപ്ലീറ്റ് തൊലികളെല്ലാം ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ളൊന്ന് ചെത്തി എടുത്തിട്ട് ചെറുതരം കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയ കഷ്ണങ്ങളാണെങ്കിൽ കിടത്ത് കറങ്ങും, അതിങ്ങനെ അടിഞ്ഞു പോരത്തില്ല. അപ്പോൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് നല്ല തണുത്ത കട്ടപ്പാലുണ്ടല്ലോ, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കട്ടപ്പാൽ വാങ്ങത്തില്ല. അപ്പോൾ ആ കട്ടപ്പാലിന് ഞാനൊരു പകുതി ആയിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതിന് മുൻപ് 5 ദിവസം അടിച്ചെടുത്തതിൻ്റെ ബാക്കി പകുതി എടുത്ത് വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒന്നുകൂടെ അടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പകുതി എടുത്ത് മാറ്റി വെച്ചിരുന്ന കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു 5-6 ഗ്ലാസ്സോളം ഷേക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ പകുതി കട്ടപ്പാൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കട്ടൊന്ന് പൊട്ടിച്ചിട്ടതാട്ടോ, കട്ട പൊട്ടിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1.5 ഗ്ലാസ്സോളം വരുന്ന രീതിയിൽ വെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5-6 ഗ്ലാസ്സോളം രീതിയിൽ ഷേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2 നമ്മൾ സാധാ ചെറുപഴം ഇല്ലേ, ചെറുപഴം 2 ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര, നമുക്ക് കുട്ടികൾക്ക് ഒത്തുവരണം മധുരം വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര വാരിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 5 സ്പൂണോളം വരുന്ന രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫുള്ളായിട്ടുള്ള എൻ്റെ ബൂസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 5 രൂപയുടെ ഫുൾ ബൂസ്റ്റ് ജസ്റ്റ് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു കൊഴുപ്പൊക്കെ ആയിട്ട് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ബേക്കറി ഷോപ്പിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അവക്കാഡോ ജ്യൂസൊക്കെ വാങ്ങി കഴിക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ അതേ തിക്നെസ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഈ പഴവും നല്ല പഴുത്ത പപ്പായ ആയതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിതിനകത്ത് പപ്പായയാണ് ചേർത്ത് കൊടുത്തേക്കുന്നതെന്ന് പറയത്തില്ല, നല്ല പ്രത്യേക രുചിയാണ്. ശരിക്കും ആ അവക്കാഡോടേതായ രീതിയിലുള്ള എൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. അതല്ലാണ്ട് ആ അവക്കാഡോ നമ്മളിങ്ങനെ ഷേക്ക് അടിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കൊഴുപ്പായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ അതേ ഇത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്ക്. സാധാരണ നമ്മൾ പഴുത്ത കപ്പ കിട്ടുമ്പം മുറിച്ചൊക്കെ എടുത്ത് കഴിക്കാനല്ലേ പതിവ്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ പഴുത്ത കപ്പയ്ക്കൊക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഷേക്ക് അടിച്ച് നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയെന്ന് പറയും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഇതുവരെ ഫോളോ ചെയ്തവരെ ആരെയൊക്കെയാണ് വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.